ഉജ്ജയിനിലെ രാജാവായിരുന്നു വിക്രമാദിത്യൻ. ഒരിക്കൽ ശാന്തിശീലൻ എന്നൊരു മന്ത്രവാദി രാജാവിനെ കാണാൻ വരികയും എല്ലാ ദിവസവും ഓരോ പഴം സമ്മാനമായി നൽകുകയും ചെയ്തു. ആ പഴങ്ങൾക്കുള്ളിൽ വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് രാജാവ് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. പകരം എന്ത് വേണമെന്ന് ചോദിച്ച രാജാവിനോട് മന്ത്രവാദി ഒരു സഹായം അഭ്യർത്ഥിച്ചു. അങ്ങ് ശ്മശാനത്തിലെ മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ വേതാളത്തെ എനിക്ക് പിടിച്ചു തരിക. എനിക്ക് വലിയൊരു പൂജ പൂർത്തിയാക്കാനുണ്ട്. രാജാവ് ശ്മശാനത്തിൽ ചെന്ന് വേതാളത്തെ തോളിലിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ വേതാളൻ രാജാവിനോട് ഒരു കരാർ പറഞ്ഞു. നാം പോകുന്ന വഴിയിൽ ഞാനൊരു കഥ പറയാം. കഥയുടെ അവസാനം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞിട്ട് നീ മിണ്ടാതിരുന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. പക്ഷെ നീ വായ് തുറന്നാൽ ഞാൻ നിന്റെ തോളിൽ നിന്ന് പറന്നു പോകും. ഓരോ കഥയും ബുദ്ധിയെ പരീക്ഷിക്കുന്നതായിരുന്നു. ഓരോ തവണയും കൃത്യമായ ഉത്തരം നൽകി വിക്രമാദിത്യൻ തന്റെ പാണ്ഡിത്യം തെളിയിച്ചു. പക്ഷെ ഉത്തരം പറയുന്ന നിമിഷം വേതാളം ചിരിച്ചുകൊണ്ട് പറന്നകന്നു. 24 തവണ ആവർത്തിച്ച ഈ പോരാട്ടം വെറുമൊരു കഥയല്ല, അത് ബുദ്ധിയും ധൈര്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഒടുവിൽ 25ാമത്തെ കഥയിൽ വിക്രമാദിത്യൻ മൗനം പാലിച്ചതോടെ വേതാളം അദ്ദേഹത്തിന് വശപ്പെട്ടു.